CPOയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ പാലാരിവട്ടം SI KK ബൈജുവിനെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ആലപ്പുഴ സ്വദേശിയായ യുവാവാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രതിയാക്കി വ്യാജ കേസ് എടുത്തെന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ടെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്നും സ്വർണവും പണവും തട്ടിയെന്നുമാണ് യുവാവിനെതിരെയുള്ള കേസ്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന CPOയുടെ പരാതിയിൽ സസ്പെൻഷനിലാണ് KK ബൈജു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഡിസംബറിൽ എനിക്കെതിരെ ഒരു കേസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും സ്വർണവും പണവും കവർന്നു എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിരപരാധിയാണെന്നും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും സ്വർണവും പണമൊന്നും വാങ്ങിയിട്ടില്ല എന്നും SI ബൈജുവിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ SI ബൈജു എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ വാദി ഭാഗവുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഓരോ തവണ കേസ് അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി എന്നെ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത് മുഴുവൻ തന്നെ കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാവി കളയുമെന്നും ചെറുപ്പത്തിൽ നിനക്ക് കിട്ടിയ ജോലി ഞങ്ങൾ കളയുമെന്നും നിന്നെ നാണം കെടുത്തുവെന്നും ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുമെന്നും വീട്ടിൽ പോലീസ് നായയായിട്ട് വരുമെന്നും നിന്നെയും നിന്റെ വീട്ടുകാരെയും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ വാദിഭാഗവുമായിട്ട് ചേർന്നിട്ടുള്ള ഈ SI ബൈജുവിൻ്റെ ഭീഷണി. ഈ SI ബൈജുവിനെതിരെ ഞാൻ DGPക്കും SPക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും വിജിലൻസിനും ഹ്യൂമൻ റൈറ്റ്സിനും SC/ST കമ്മീഷനും കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിന്റെ പേരിൽ SI ബൈജു എൻക്വയറി പീരീഡിലാണ്. ഈ എൻക്വയറി പീരീഡിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് സമാനമായിട്ടുള്ള കാര്യം ഇയാൾ വീണ്ടും ചെയ്തത്. വിശദാംശങ്ങൾ സിജോ വർഗീസ് നൽകും. സിജോ, ഈ SI ബൈജു ഇപ്പോൾ നിലവിൽ സസ്പെൻഷനിലാണ്. സ്വന്തം സഹപ്രവർത്തകനെ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായി സംഭവമല്ല. പല ആളുകളുമായി ചേർന്നുകൊണ്ട് ബൈജു നിരന്തരം ഇത്തരം ഇടപാടുകളും ഭീഷണിപ്പെടുത്തലും പണം തട്ടലും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? ജെൽസി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതുതന്നെ സേനയ്ക്കാകെ നാണക്കേടുണ്ടായ ഒരു സംഭവം കൂടിയാണ്. അതായത് ഈ ബൈജു ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെന്നാണ് നിലവിൽ CPOയുടെ ഒരു പരാതി ആയിട്ടുള്ളത്. സ്പാ സെന്ററിൽ CPO പോയിരുന്നു. അതിന് പിന്നാലെ സ്പാ സെന്റർ ജീവനക്കാരിയും നടത്തിപ്പുകാരനും ഒരു പരാതി ഈ SI ബൈജുവിന് നൽകുന്നു. സ്പാ സെന്ററിൽ മാലമോഷണം ഉണ്ടായി. ആ മാല മോഷ്ടിച്ചത് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി വർദ്ധിച്ച 4 ലക്ഷം രൂപ ഈ CPOയിൽ നിന്ന് കൈക്കലാക്കിയെന്നാണ് നിലവിലുള്ള പരാതി. ആ പരാതിയിൽ ബൈജു സസ്പെൻഷനിലുമാണ്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ യുവാവ് സമാനമായ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഒരു ആരോപണവും പരാതിയും എല്ലാമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2023 ഇത്തരത്തിലൊരു സംഭവം ഈ യുവാവിന് ഉണ്ടാകുന്നത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു, സ്വർണവും പണവുമെല്ലാം തട്ടിയെടുത്തു എന്നാണ് ഈ പരാതി ഉണ്ടായിരുന്നത്. പിന്നീടും ഇത് സമാനമായ രീതിയിൽ തന്നെ ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നു. SI ബൈജുവാണ് കേസും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേസ് തീർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണം, അല്ലെങ്കിൽ തൻ്റെ ഭാവി നശിപ്പിക്കും, ചെറുപ്പക്കാരനാണ്, ജോലി നഷ്ടപ്പെടും, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായിട്ടാണ് ഓരോ തവണയും വിളിച്ചു വരുത്തിയത് എന്നും യുവാവ് പരാതിയിൽ പറയുന്നുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം വഴങ്ങാതിരുന്നതോടുകൂടി പിന്നീട് പുതിയ വകുപ്പുകൾ ചേർത്ത് ഭീഷണിപ്പെടുത്തി കേസിന് ബലം കൂട്ടാനും സമ്മർദ്ദം ചെലുത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നും ഈ യുവാവ് പരാതി പറയുന്നുണ്ട്. 2024 മാർച്ച് 3 ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകുന്നു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കെല്ലാം പരാതി നൽകുന്നുണ്ട്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, താൻ നിരപരാധിയാണ്, തന്നെ ഭീഷണിപ്പെടുത്തി പണം നൽകാൻ ആസൂത്രിതമായി നടത്തിയ നീക്കമാണ്, ഇതിന് പിന്നിൽ പണം തട്ടിയെടുക്കാനുള്ള ശ്രമമുണ്ടായി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് SI ബൈജുവിനെതിരെ യുവാവ് ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും നിലവിൽ ഈ CPOയുടെ പരാതിയിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി മേലുദ്യോഗസ്ഥരടക്കം കേസ് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിലവിൽ സസ്പെൻഷനിലാണ്. വരുന്ന ദിവസങ്ങളിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് മേലുദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യവും. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.